കണക്കിൽ നിങ്ങൾ പുലിയാണോ? ഈ മാത്സ് പസിലിന് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് നോക്കൂ. 3 ആപ്പിളുകൾ കൂട്ടിയാൽ 30 കിട്ടും. ഒരു ആപ്പിളും 2 പഴവും കൂട്ടിയാൽ 18. ഒരു പഴത്തിൽ നിന്ന് ഒരു മാങ്ങ കുറച്ചാൽ 2. അങ്ങനെയെങ്കിൽ ഒരു മാങ്ങ പ്ലസ് ഒരു ആപ്പിൾ ഇൻടു ഒരു പഴം എത്രയായിരിക്കും? ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്. കാരണം നമ്മൾ ബോഡാമസ് നിയമം മറക്കാൻ പാടില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഉത്തരം പറയാൻ പറ്റുമോന്ന്. നിങ്ങളെ സഹായിക്കാൻ 3 ഓപ്ഷൻസും തരാം. അതിൽ ഏതെന്നു പെട്ടെന്ന് പറഞ്ഞോളൂ. 10 സെക്കൻഡ് മാത്രം. ഇതാ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. സമയം കഴിഞ്ഞു. ഇനി നമുക്കിത് പെട്ടെന്ന് സോൾവ് ചെയ്യാം. 3 ആപ്പിളുകൾ കൂട്ടിയാൽ 30 ആണെങ്കിൽ ഒരു ആപ്പിളിന്റെ വില 30നെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടും. അങ്ങനെ 30നെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 10. അതായത് ഒരു ആപ്പിളിന്റെ വില 10. അടുത്ത വരിയിൽ ഒരു ആപ്പിൾ പ്ലസ് 2 പഴം ഈസ് ഈക്വൽ ടു 18. ആപ്പിളിന്റെ വില 10. അതുകൊണ്ട് 10 നോട് 2 പഴം കൂട്ടുമ്പോൾ 18 കിട്ടണം. അതായത് 2 പഴത്തിന്റെ വില 18 മൈനസ് 10. 18ൽ നിന്ന് 10 കുറച്ചാൽ 8. അപ്പോൾ 2 പഴത്തിന്റെ വില 8. അപ്പോൾ ഒരു പഴത്തിന്റെ വില ഈസ് ഈക്വൽ ടു 8 ഹരിക്കണം 2. 8നെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 4. അതായത് ഒരു പഴത്തിന്റെ വില 4. ഇനി ഒരു പഴത്തിൽ നിന്ന് ഒരു മാങ്ങ കുറച്ചാൽ 2 കിട്ടും. ഒരു പഴത്തിന്റെ വില 4. അതായത് 4 മൈനസ് ഒരു മാങ്ങ ഈസ് ഈക്വൽ ടു 2. അപ്പോ ഒരു മാങ്ങ ഈസ് ഈക്വൽ ടു 4 മൈനസ് 2 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ മാങ്ങയുടെ വില 2. ഇനി നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നോക്കാം. മാങ്ങ കൂട്ടണം ആപ്പിൾ ഗുണിക്കണം പഴം ഈസ് ഈക്വൽ ടു എത്ര? മാങ്ങയുടെ വില 2, ആപ്പിൾ 10, പഴം 4. അതായത് 2 കൂട്ടണം 10 ഗുണിക്കണം 4. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ബോഡാമസ് നിയമപ്രകാരം നമ്മൾ ആദ്യം ഗുണിക്കണം. ബോഡാമസ് റൂൾ നോക്കൂ. ആദ്യം വരുന്നത് മൾട്ടിപ്ലിക്കേഷനും അതിനുശേഷമാണ് അഡീഷൻ വരുന്നത്. അപ്പോൾ 10 ഗുണിക്കണം 4 ഈസ് ഈക്വൽ ടു 40. ഇനി 40നോട് 2 കൂട്ടിയാൽ ഉത്തരം 42 എന്ന് കിട്ടും. അതെ, പസിൽ സോൾവ്ഡ്. മാങ്ങ കൂട്ടണം ആപ്പിൾ ഗുണിക്കണം പഴം ഈസ് ഈക്വൽ ടു 42. ഇതേ ഉത്തരം തന്നെയാണോ നിങ്ങൾക്കും കിട്ടിയത്? എങ്കിൽ കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള കൂടുതൽ പസിലുകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.